ദിവിഷെ ആ എഴുന്നള്ളിപ്പ് കൊക്കാല സ്കൂളിൽ സെന്റ് അഗസ്റ്റിൻസ് LP സ്കൂളിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ പൂര വിളംബരം നടത്തുന്ന നെയ്തലക്കാവ് അമ്മയാണെങ്കിലും പൂര ദിവസ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കുന്നത് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പോടു കൂടിയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിലെ കടകപൂരങ്ങളിൽ ആദ്യത്തെ പൂരമാണ്, പ്രധാനപ്പെട്ട പൂരങ്ങളിലൊന്നാണ് ഈ കണിമംഗലം പൂരം എന്ന് പറയുന്നത്. മാത്രമല്ല തെക്കേ ഗോപുരം വഴി അകത്തേക്ക് കടക്കുന്ന ഒരേ ഒരു പൂരവും കണിമംഗലം പൂരമാണ്. എന്തായാലും രാവിലെ ആരംഭിച്ച എഴുന്നള്ളിപ്പാണ് ഇപ്പോൾ ഏകദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂളിന് മുൻപിൽ എത്തിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഒരു ആന മാത്രമാണ് ഉള്ളത്. പക്ഷേ കുളശ്ശേരി അമ്പലത്തിലേക്ക് എത്തുന്ന സമയത്ത് 4 ആനകൾ കൂടിച്ചേരും. അങ്ങനെ 5 ആന പൂരമാകും. തുടർന്ന് മണികണ്ഠനാൽ പന്തലിലേക്ക് എത്തുന്ന സമയത്ത് അത് ഒരു 9 ആന പൂരമായി മാറും. അങ്ങനെ ഒരു വലിയ പൂരമായി അത് വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരും. എന്തായാലും 7 മണിയോട് കൂടി എടുക്കുന്ന സമയത്തേക്ക് പൂരം അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത്. എന്തായാലും മന്ത്രി K. രാജൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ എഴുന്നള്ളിപ്പിന്റെ ഭാഗമാണ്. അവരെല്ലാം തന്നെ വളരെ ആഘോഷത്തോടുകൂടി അവരുടെ നാടിന്റെ ഉത്സവം വളരെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി സംസാരിക്കുന്ന സമയത്തൊക്കെ പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തവണ കൂടുതലായി തൃശ്ശൂരിലേക്ക് എത്തും. അവർക്ക് വിപുലമായ രീതിയിൽ ഈ പൂരം കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് മന്ത്രിയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മന്ത്രി K. രാജൻ കൂടി ഇപ്പോൾ നമുക്കൊക്കെ ചേരുകയാണ്. തൃശ്ശൂർ പ്രഖ്യാപിക്കുന്നുണ്ട്. എത്ര പേര് വന്നാലും ഒരു പേടിയില്ല. എത്ര ലക്ഷം മണിക്ക് വന്നോട്ടെ ഇവിടെ നിൽക്കാൻ ഇടയുണ്ട് തൃശ്ശൂരിന്റെ മണ്ണിലും മനസ്സിലും. അതാണ് ഈ പൂരത്തിന്റെ പ്രത്യേകത. പൂരം വൈബാക്കാണ്. വൈബായില്ലേ പൂരത്തിന് ഇനി എന്താ കാണാനുള്ളത്? ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു പൂരം. അതായത് കണിമംഗലം ശാസ്താവിന്റെ യാത്രയ്ക്ക് മുമ്പ് നേരത്തെ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ സ്ഥിരമായിട്ട് നടക്കുന്ന ആളുകളാണ്. സാധാരണത്തെക്കാൾ വലിയ ജനക്കൂട്ടമാണ് ഇത്തവണ. സാധാരണ ജനക്കൂട്ടം ഉണ്ടാകും, പക്ഷെ ആ ജനക്കൂട്ടത്തെയൊക്കെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള ജനക്കൂട്ടം ഇന്നുണ്ടായി. 4-ാം തീയതി നടന്ന സാമ്പിൾ അല്ല, യഥാർത്ഥ വെടിക്കെട്ടായിരുന്നു. ഇന്നലെ നടന്ന പൂര വിളംബരം ഇന്ന് നടക്കാൻ പോകുന്ന തെക്കോട്ടിറക്കത്തിന്റെ സാമ്പിളായിരുന്നു. ഇതിതാ കണിമംഗല ശാസ്താവിന്റെ വരവോടെ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ലോക സിംഫണിയുടെ ഏറ്റവും വലിയ ജനക്കൂട്ടത്തിന്റെ ഒരു പ്രതീകമാകും ഇത് എന്നുള്ളതിന്റെ വലിയ തെളിവാണ്. ഇന്ന് വന്നതുപോലെ ഒരനക്കവും ഒരു കാലത്തും ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടില്ല. ആ വിധത്തിൽ വളരെ ഗംഭീരമാണ്, കളർഫുള്ളാണ് പൂരം. കടകപൂരങ്ങൾ വരെ ആൾക്കൂട്ടം കൊണ്ട് വളരെ സജീവമായ കടകപൂരങ്ങൾ മാത്രമല്ല, ഇതിൽ ഓരോന്നിനും ഓരോ കൃത്യ സമയം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയം അനുസരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ദിവിഷ എന്തായാലും അത് തന്നെയാണ്, കൃത്യമായ സമയം, വളരെ കൃത്യമായ രീതിയിലുള്ള സമയം കൊണ്ട് തന്നെ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് മന്ത്രിയും അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മോട് പറയുന്നത്. എന്തായാലും ഈ എഴുന്നള്ളിപ്പ് വളരെ ആൾക്കൂട്ടമുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ള കുളശ്ശേരി അമ്പലത്തിലേക്ക് ഈ എഴുന്നള്ളിപ്പ് എത്തിച്ചേരും. അവിടെ എത്തുന്ന സമയത്താണ് ഇത് 5 ആന പൂരമായി മാറുന്നത്. നിലവിൽ ഇപ്പോൾ 1 ആന മാത്രമാണ് ഉള്ളത്. കുളശ്ശേരി അമ്പലത്തിലേക്ക് എത്തുന്നവിടെ അതൊരു 5 ആന പൂരമായി മാറും. തുടർന്ന് മണികണ്ഠനാൽ പന്തലിലേക്ക് എത്തുന്ന സമയത്താണ് അതൊരു 9 ആന പൂരമായി മാറുന്നത്. എന്തായാലും ഈ കണിമംഗല ശാസ്താവ് ഈ അമ്പലത്തിൽ പ്രതിഷ്ഠാ ധർമ്മശാസ്താവാണെങ്കിലും ദേവഗുരുവായ ബൃഹസ്പതിയുടെ ചൈതന്യം കൂടി ഉണ്ട് എന്നാണ് ഐതിഹ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞും വെയിലും ഏൽക്കാതെ രാവിലെയോടുകൂടി തന്നെ വടക്കുന്നാഥന്റെ സന്നിധിയിൽ എത്തി പൂരം അവിടെ എത്തി മടങ്ങും എന്നതാണ് ഐതിഹ്യം എന്ന് പറയുന്നത്. എന്തായാലും വളരെ വലിയ ആൾക്കൂട്ടമാണ് നിലവിൽ ഇപ്പോൾ ഈ കണിമംഗലം എഴുന്നള്ളിപ്പിന് ഉള്ളത്.